ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്രമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മുത്തശ്ശി കരഞ്ഞുകൊണ്ട് നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചോദിക്കുകയാണ്, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നയന മോളിലെ ദേ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എനിക്കാണെങ്കിൽ ആകെ സങ്കടവും വരുന്നു. അവൾക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ അവിടെ സംസാരിക്കുകയാണ്. നവീൻ വക്കീലല്ലേ കൂടെ പോയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നയന മോൾക്ക് ഒരു ആപത്തും സംഭവിക്കില്ല. കോടതിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നിങ്ങനെ പറയുമ്പോഴും മുത്തശ്ശിക്ക് അതൊന്നും അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോഴേക്കും ദേവയാനിയും വരികയാണ് കരഞ്ഞുകൊണ്ട്. അച്ഛാ, എന്താ അച്ഛാ ഇത്? നയന മോളെ കോടതിയിലേക്ക് കൊണ്ടുപോയെന്ന് അറിഞ്ഞിട്ട് പോലും അച്ഛൻ എന്താ ഒന്നും അറിയാത്തതുപോലെ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തെങ്കിലും ചെയ്യണ്ടേ അച്ഛാ? അമ്മ ഒന്ന് പറഞ്ഞു കൊടുക്കാമ്മേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി, ഞാനിപ്പോൾ അത് തന്നെയാണ് മോളെ പറഞ്ഞത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒരു കുലുക്കൂല അച്ഛാ. ഈ സമയത്ത് വാശിയും വൈരാഗ്യമൊക്കെ വെച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ട് അച്ഛാ? ഇതിനു വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തില്ലെങ്കിൽ നയന മോള് ജയിലിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ്, ദേവയാനി നീ പോയില്ലേ കോടതിയിലേക്ക്? ഞാനെന്തിനാ കോടതിയിലേക്ക് പോകുന്നത്? അവിടെ വെച്ച് കേസിൻ്റെ വിധി വരുന്നത് നയനമുള്ള ജയിലിലേക്കാണെങ്കിൽ എനിക്കത് കണ്ടു നിൽക്കാനൊന്നും സാധിക്കില്ല. അവളൊന്ന് തന്നെ ഗർഭിണിയാണ്. അതും കൂടി തന്നെ ഒന്ന് ആലോചിക്കേണ്ട അച്ഛാ. എനിക്ക് അവളെ ജയിലിലേക്ക് കണ്ടു നിൽക്കാനൊന്നും എനിക്ക് കഴിയില്ല അച്ഛാ. അവൾ കുടുംബത്തിന് വേണ്ടി അത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവൾക്ക് വേണ്ടി ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നില്ലല്ലോ അച്ഛാ. അവളെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയല്ലേ. ഈ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയാണ് അവൾ അവരെ ഈ കാര്യങ്ങൾ മുഴുവനും ചെയ്തു കൂട്ടിയത്. ആദർശിനെയും നയനെയും പിടിക്കണമെന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമായിരുന്നു ഇവരുടെ മനസ്സിലൊക്കെ എന്നൊക്കെ ദേവയാനി ഇങ്ങനെ സങ്കടം കൊണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും മുത്തശ്ശൻ അവിടെ ആശ്വാസം കൊടുക്കുകയാണ്. ദേവയാനി ഏതായാലും കോടതിയിലല്ലേ പോയിരിക്കുന്നത്. അവിടെ നവീൻ വക്കീലുണ്ട്. നവീൻ വക്കീലാണ് ഈ കേസെല്ലാം ബാധിക്കുന്നത്. നവീൻ മിടുക്കനായൊരു വക്കീലാണെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാലോ ദേവയാനി. പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴും ദേവയാനിക്ക് കൂടുതൽ മറുപടി ഒന്നും പറയാനുണ്ടായില്ല. എന്നെ അച്ഛനോട് ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശിയോട് പറയണം, താൻ പേടിക്കണ്ടോ, നയന മോൾക്ക് ഒരാപത്തും വരില്ലെന്നേ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന്. അതേപോലെ തന്നെ ഇനി നടക്കോള്. അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിക്ക് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ നയനയെ നേരെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേക്കും നന്ദു ചോദിക്കുകയാണ്, ചേച്ചി പേടിക്കണ്ടേ ചേച്ചി? പേടിയോ? എനിക്കോ? ഞാനെന്തിനാ പേടിക്കുന്നത്? ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ. എനിക്കൊരു പേടിയില്ല നന്ദു. അതൊക്കെ നിൻ്റെ വെറും തോന്നലാണ്. എനിക്ക് ധൈര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ത് സംഭവിക്കാനായിട്ട്? അവരെന്നെ ജയിലിലടക്കോ? ഒരിക്കലുമില്ല. കോടതി ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുള്ളൂ. അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവീൻ അവിടെ നോക്കി നിൽക്കുക. അപ്പോൾ അതേ ആദർശ് വരികയാണ്. ആദർശ് നേരെ ഞാൻ അടുത്തേക്ക് ചെല്ലുകയാണ്. ഞാൻ എൻ്റെ കൈ പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും, നീ പേടിക്കണ്ട, നിനക്കൊരാപത്തും വരില്ല, നിന്നെ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തിറക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാരൻ അവിടെ CI ആണെങ്കിൽ, അതെ കുടുംബകാര്യമൊക്കെ അങ്ങ് വീട്ടിൽ, ഇതേ കോടതി മുറ്റമാണ്. അപ്പം നവീൻ വരികയാണ്. എന്താ സാറ് കോടതി മുറ്റത്ത് കിടന്ന് വലിയ ഷോ കാണിക്കുകയാണോ? അതൊക്കെ സാറിൻ്റെ ഓഫീസിൽ, ഇതേ ഞങ്ങളുടെ ഏരിയയാണ്. അയ്യോ എൻ്റെ പൊന്നു വക്കീൽ സാറേ, ഞാനതിന് ഷോയൊന്നും കാണിച്ചില്ലേ, കാര്യമൊന്നും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഷോയൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലല്ലോ എൻ്റെ സാറേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നവീൻ വക്കീൽ എന്നോട് പറയാണ്, നിങ്ങളേതായാലും അകത്തേക്ക് കയറിപ്പോയിക്കോ. ഈ കേസിന് നല്ല വിധി തന്നെയായിരിക്കും വരാനായിട്ട് പോകുന്നത്. ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആദർശാണെങ്കിൽ നവീൻ്റെ കൈ പിടിച്ചിട്ട്, നവീനെ എങ്ങനെയെങ്കിലും നയനെ പുറത്തിറക്കണം, നയനെ കുറ്റക്കാരിയല്ലെന്ന് കോടതിയുടെ മുമ്പിൽ തെളിയണം നവീനെ എന്ന് പറഞ്ഞപ്പോഴേക്കും, ആദർശേട്ടാ പേടിക്കേണ്ട ആദർശേട്ടാ. പിന്നെ നയന ഈ കാര്യത്തിൽ നിരപരാധിയാണെന്ന് നമുക്കറിയാലോ. കോടതിയിൽ നല്ല വിധി തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നയനയെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കുമല്ലേ? അതൊന്നും പറയാനായിട്ട് പറ്റില്ല. ഏതായാലും കോടതി വിധി എന്താണെന്ന് നോക്കട്ടെ, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ചാൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അകത്തേക്ക് പോവുകയാണ്. ഈ സമയം തന്നെ അനന്തപുരിയിലാണെങ്കിൽ ആകെ വല്ലാത്തൊരു അവസ്ഥയിൽ തല പുകഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ
നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ ആ ഒരു ന്യൂസ് കാണുക. ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ന്യൂസിലിങ്ങനെ പറയുന്നത് അനന്തപുരിയിലെ മരുമകളാണ് നയനയാണ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. അതും കള്ളക്കടത്ത് സ്വർണം കടത്താനുള്ള പരിപാടിയായിരുന്നു ഇവർ ചെയ്തു കൂട്ടിക്കുക. അങ്ങനെ അനാവശ്യമായ ന്യൂസുകളെല്ലാമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേട്ട മുത്തശ്ശനുമാണെങ്കിൽ ആകെ ടെൻഷൻ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ നേരത്തെ എന്തൊക്കെയോ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടി വെച്ചിട്ടുമുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി വീണ്ടും കരഞ്ഞുകൊണ്ട് വരികയാണ്. ഇതെന്താന്ന് ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്ക് നയനമോളുടെ കാര്യം ആലോചിച്ചിട്ട് ആകെ പേടി തോന്നുന്നു. നിങ്ങളിങ്ങനെ ഇരിക്കും തോറും എനിക്കാണ് ടെൻഷൻ കൂടി വരുന്നു. ഞാൻ പറഞ്ഞല്ലോ വസുന്ധരെ, പേടിക്കണ്ട. ദേ എന്തായാലും നവീനല്ലേ പോയിരിക്കുന്നത്. കോടതിയിൽ എന്താ നടക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞു തന്നോടൊരു വാക്ക് എന്ന കാര്യം ഓർക്കുന്നില്ല താന് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പറയുകയാണ്. അപ്പോഴേക്കും ദേവയാനിയും വരികയാണ്. ദേവയാനി വന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ ജയനും വരുന്നുണ്ട്. ജയനും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അപ്പോൾ ഈ മുത്തശ്ശനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ ഇങ്ങനെ പറയുകയാണ്, നിന്റെ മകനല്ലേ എൻ്റെ കൂടെ പോയത്, എന്നിട്ട് എന്തുകൊണ്ട് നിന്റെ മകന് ഇതിൽ പിന്നിൽ കളിച്ചത് ആരാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല? അത് നിന്റെ മകൻ്റെ കഴിവുകേട് തന്നെയല്ലേ? അത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നയനയ്ക്ക് ഇത്രയും ആപത്ത് സംഭവിച്ചു, എന്നിട്ട് യഥാർത്ഥ കള്ളനെ നിന്റെ മകൻ നിനക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചോ? ഇല്ല. അപ്പം പിന്നെ എന്നോട് ഓരോ കാര്യങ്ങളും ചോദിച്ചു വന്നിട്ട് യാതൊരു കാര്യമില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ ദേവയാനി എന്ന് പറയണം. അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത് അച്ഛാ. ശരിയാണ്, ആദർശിന് ഇതിൻ്റെ പിന്നിൽ കളിച്ച് യഥാർത്ഥ കള്ളനെ പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ അച്ഛനെ കൊണ്ട് സാധിക്കുമല്ലോ അച്ഛാ. അച്ഛന് നല്ല പിടിപാടുള്ളതൊക്കെ അല്ലേ നയനമോളെ എങ്ങനെയും പുറത്തിറക്കാനായിട്ട് പറ്റുമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനെങ്ങനെ പുറത്തിറക്കാനാ? ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ? ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതിനല്ലേ നവീൻ വക്കീലിടുന്ന് പോയിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലെ ഏത് കേസും ബാധിക്കുന്നത് നവീൻ വക്കീലല്ലേ. നവീൻ ചെയ്തോളും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കോടതിയിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കണമല്ലോ. അത് അതേപോലെ തന്നെ നടക്കും. അല്ലാതെ ഞാൻ അവിടെ പോയി കുത്തിയിരുന്നിട്ടൊന്നും യാതൊരു കാര്യമൊന്നുമില്ല. നടക്കേണ്ട സമയത്ത് നടക്കും. പിന്നെ നിന്റെ മകനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാനെങ്ങനെ ചെയ്യാനാ? നിന്റെ മകൻ വലിയ വീരപാത ഇളക്കിയിട്ട് തന്നെയല്ലേ ഇവിടെ പോയത്. പിന്നെ നിന്റെ മകനേക്കാളും എന്തുകൊണ്ട് കഴിവുള്ളത് നവീനാണ്. അപ്പോൾ നവീൻ ഈ കേസ് വാദിപ്പിച്ച് ജയിപ്പിച്ചോളും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ പറയുകയാണ്. ദേവയാനിക്ക് അതൊന്നും കേട്ടിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. ദൈവമേ, കോടതിയിൽ നല്ല വിധി തന്നെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട്. മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. ഇനി നയനമോളെ എങ്ങനെ ഇറക്കുമെന്ന് ആലോചിച്ചിട്ട് നമ്മുടെ മുത്തശ്ശിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും അവൾക്കൊരു ആപത്തും വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ മുത്തശ്ശി അവിടെ കിടന്ന് കടും പിടുത്തം പിടിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കോടതിയാണ്. അപ്പോൾ കോടതിയിലേക്ക് നമ്മുടെ നയന കയറിങ്ങി നിൽക്കുക. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും വക്കീലിനെ കാണാൻ വേണ്ടി ആ ഒരു ജ്വല്ലറിയിൽ ആ ഒരു ഡേവിഡ് വന്നിരിക്കുക. ഡേവിഡ് ഈ വക്കീലിനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. ആ നവീൻ എന്ന് പറഞ്ഞ വക്കീലാണല്ലോ കേസ് വാദിക്കുന്ന ആളെ മിടുക്കനാണെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. ഇനി കേസ് വാദിച്ച് ജയിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എവിടെ ജയിക്കാനായിട്ട് പോകുന്നു? അയാൾ എല്ലാ കേസൊക്കെ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസ് ജയിക്കാനായിട്ട് പോകുന്നില്ല. അയാളിൽ ഒരു തെളിവുണ്ടാവില്ലെന്നേ. ഇതിപ്പോൾ കയ്യോടെ കൂടി തന്നെ ആ നയനെയും കള്ളസ്വർണത്തിനെയും പിടികൂടിയേക്കിരിക്കില്ലേ. അതുകൊണ്ട് തന്നെ ഈ നവീൻ വക്കീൽ അതൊന്നും വാദിച്ച് ജയിക്കാനായിട്ട് പറ്റില്ല. അപ്പോഴേക്കും ഡേവിഡ് ആണെങ്കിൽ അതെ, വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തോളണം, ഈ കേസ് താൻ തന്നെ ജയിക്കണം എന്നിങ്ങനെ പറയുക. ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും അല്ല സാറേ, എന്തിനാ സാറേ ഈ നയനയെ ഈ കേസിൽ പിടിക്കാനായിട്ട് നോക്കിയത് ചോദിച്ചപ്പോഴേക്കും എടോ, തനിക്ക് വേണ്ട വിധത്തിൽ ഞാൻ പൈസയെല്ലാം തരുന്നില്ലേ, അപ്പോൾ കൂടുതൽ മറുചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട, പറയുന്നത് പോലെ അങ്ങോട്ട് കേട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് വക്കീൽ പോവുകയാണ്. അപ്പോൾ വക്കീൽ നേരെ കോടതിയിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ നയനയാണെങ്കിൽ ആ ഒരു കോടതി കൂട്ടിൽ കയറി നിൽക്കുക. അപ്പം നയനയ്ക്കാണെങ്കിലും ഒരു ടെൻഷനില്ല. പക്ഷേ ബാക്കിയുള്ളവർക്കെല്ലാം ടെൻഷൻ കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ജഡ്ജി അവിടെ പറയുകയാണ്, ഈ കേസ് വിസ്താരണത്തിനാണ് പബ്ലിക് വക്കീൽ വിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഡേവിഡിൻ്റെ വക്കീൽ നേരെ വന്ന് നമ്മുടെ നയനന് മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങൾ മൂർത്തീസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലേ, ജ്വല്ലറി നിങ്ങൾക്ക് വർഷങ്ങളോളായിട്ടുള്ള നിങ്ങൾ വർക്ക് ചെയ്യുകയാണല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ കല്യാണ ശേഷമാണ് ജോലി ചെയ്യാനായിട്ട് കയറിയത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഓഹോ, ഈ കല്യാണ ശേഷം എന്ന് പറയുമ്പോൾ അതിനൊരു ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വർഷമൊക്കെ ഉണ്ടല്ലോ. ആ വർഷം ഞങ്ങൾ കരുതിക്കൂട്ടി എടുക്കണമെന്നാണ് പറയുന്നത്.
എല്ലാം കണക്ക് കൂട്ടിയെടുക്കണമെന്നോ നിങ്ങൾക്കത് പറയാനായിട്ട് കഴിയില്ലേ എന്നിങ്ങനെ എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി എന്നിങ്ങനെ പറയുകയാണ്. ഓ, കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. അപ്പോൾ ആ 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ മൂർത്തീസ് കമ്പനിയിൽ ജോലിക്ക് കയറിയെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇല്ല, 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ ഡിസൈൻ ചെയ്യാനായിട്ട് കയറിയത്. ഓ, അത് ശരി, നിങ്ങൾ 6 മാസം കഴിഞ്ഞിട്ടാണ് ഡിസൈൻ ചെയ്യാൻ കയറിയതല്ലേ? അല്ല, നിങ്ങളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ജോലി എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ് വക്കീൽ അവിടെ. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ നയനയാണെങ്കിൽ അത് പിന്നെ എൻ്റെ അച്ഛന് ഞങ്ങൾക്ക് ഒരു നയന ആർട്സ് കമ്പനി ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ അച്ഛൻ നല്ല ശില്പിയൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരാൾ തന്നെയായിരുന്നു. ആ ഒരു കഴിവ് എനിക്കും കിട്ടുക തന്നെ ചെയ്തു. ഓഹോ, അപ്പോൾ നയന നല്ല കഴിവുള്ള സ്ത്രീ തന്നെയാണല്ലേ? നന്നായിട്ട് ആർട്ടൊക്കെ ചെയ്യുമല്ലേ? അങ്ങനെ തരക്കേടില്ലാത്ത കുറേ ആർട്ടുകളെല്ലാം ഞാൻ ചെയ്യും. ഒത്തിരി കഴിവുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നയന പറയുകയാണ്. ഓ, അപ്പോൾ സ്വയം അങ്ങോട്ട് വിലയിരുത്തി എന്നിങ്ങനെ സംസാരിക്കുകയാണ് ഈ വക്കീല്. അല്ല, വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ കല്യാണം നടന്നത് എങ്ങനെയാണ്? അല്ല, അറിഞ്ഞിടത്തോളം നിങ്ങളുടെ കല്യാണം മാന്യമായിട്ട് നടന്നല്ലല്ലോ? സാർ, എൻ്റെ അച്ഛൻ ഞങ്ങളെ മാന്യമായിട്ട് തന്നെയാണ് വളർത്തിയത്. എന്നെ എൻ്റെ ചേച്ചിയും കുടുംബത്തെയും ഒക്കെ നല്ല മാന്യമായിട്ട് തന്നെയാണ് വളർത്തിയത്. ഓ, അപ്പം അച്ഛൻ മാന്യമായിട്ട് വളർത്തിയതെങ്കിൽ നിങ്ങളെ കല്യാണം നടന്നത് എന്താ മാന്യമായിട്ടാണോ? ഈ നിൽക്കുന്ന നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ പെണ്ണ് ചോദിച്ച് എല്ലാവരും അറിയേ ആഡംബരമായിട്ട് കല്യാണം നടത്തിയതാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് കേട്ട് നയന ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ തുറിച്ച് തന്നെ നോക്കുകയാണ്. ഇങ്ങനെ തുറിച്ച് ഞാൻ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റാത്തത്? എന്തെങ്കിലും പറയുന്നേ. എങ്ങനെയാണ് നിങ്ങളുടെ കല്യാണം നടന്നത്? മാന്യമായിട്ടാണോ നിങ്ങളുടെ കല്യാണം നടന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നയന ഒന്നും മിണ്ടുന്നില്ല. ഞാൻ പറയാം, ബഹുമാനപ്പെട്ട കോടതി, ഇവരുടെ കല്യാണം നടന്നത് മാന്യമായിട്ടൊന്നല്ല. കാരണം ഇവരുടെ ഭർത്താവ് ആദ്യം സ്നേഹിച്ചത് ഇവരുടെ ചേച്ചിയാണ്. ഇവരുടെ ചേച്ചിയെ പെണ്ണ് ചോദിച്ചാണ് ആ വീട്ടിൽ പോയത്. കല്യാണ സമയത്ത് ചേച്ചി വേറൊരു ചെറുപ്പക്കാരനായിട്ട്, അതായത് ഈ ആദർശ് എന്ന് പറഞ്ഞ അനിയനെ സ്നേഹിച്ചു. അയാളായിട്ട് ഒളിച്ചോടിപ്പോയി. അതിനുശേഷം ഈ നയന എന്ന് പറഞ്ഞ ഇയാളുടെ ഭാര്യ കല്യാണപ്പന്തലിൽ മുഖം മറച്ചുകൊണ്ട് അവിടെ കല്യാണപ്പന്തലിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് കല്യാണം നടന്നതിന് ശേഷമാണ്, അതായത് ഈ നയന എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷമാണ് ഭർത്താവ് പോലും അറിയുന്നത് പെണ്ണ് മാറിപ്പോയെന്നൊരവസ്ഥ. അങ്ങനെ ചതിയിലൂടെയാണ് ആ കുടുംബത്തേക്ക് ഈ നയന കയറി ചെന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇത് കേട്ട കോടതിയാണെങ്കിൽ ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുക, നയനയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോഴേക്ക് നവീൻ കയറി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതി, ഇവരുടെ കല്യാണം ഏത് രീതിയിൽ വേണമെങ്കിലും കഴിഞ്ഞോട്ടെ, പക്ഷേ അതല്ലല്ലോ ഇവിടുത്തെ ചോദ്യം. ഇവരിപ്പോൾ നല്ല മാന്യമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, നല്ല ഭർത്താവും ഭാര്യയുമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നവീൻ വക്കീൽ പറഞ്ഞപ്പോഴേക്കും, എൻ്റെ വക്കീലേ, ഞാൻ പറഞ്ഞു വന്നത് ഇവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചാണ്. കാരണം ഇപ്പം ഇവരൊരു കേസിൽ പെട്ടിരിക്കുകയാണല്ലോ. ഇവർ പറയുകയും ചെയ്തു ഇവരുടെ കുടുംബം നല്ല മാന്യമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരുടെ കല്യാണം എങ്ങനെ നടന്നതെന്നുള്ളൊരു തെളിവ് ഞാൻ കോടതിക്ക് പറഞ്ഞു കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും വക്കീലിന് സമയമായിട്ടില്ല വാദിക്കാനായിട്ട്, വക്കീലവിടെ പോയിരിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് നവീൻ വക്കീലോടെ പോയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതി, ഇവരുടെ കല്യാണം എങ്ങനെ നടന്നെന്നുള്ള എല്ലാ സകല ഡീറ്റെയിൽസും ഞാൻ കോടതിയുടെ മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ടെന്നൊക്കെ ഇയാൾ പറയുകയാണ്. ഇത് കേട്ട നയനയാണെങ്കിൽ ഈ ജഡ്ജിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും പറയൂ, നിങ്ങൾ അത്രയ്ക്കും നീചമായിട്ട് തന്നെയല്ലേ ഈ കല്യാണം നടത്തിയത്? അങ്ങനെ നിങ്ങൾ മുഖം മൂടി വന്ന് നിങ്ങളുടെ ഭർത്താവിൻ്റെ അരികിൽ വന്നിരുന്ന് ആ കല്യാണം അങ്ങോട്ട് നടത്തി, നിങ്ങളുടെ ചേച്ചിയെയും നിങ്ങൾ ചതിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ കല്യാണം നടക്കേണ്ടി വന്നു. ശരി, ആ കല്യാണം നടന്നിട്ട് നിങ്ങളുടെ ഭർത്താവ് സ്നേഹിച്ചിരുന്നോ? പറയൂ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്നേഹിച്ചിരുന്നു ചോദിച്ചപ്പോഴേക്കും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. നിങ്ങളുടെ ഭർത്താവ് മാത്രമാണോ നിങ്ങളെ സ്നേഹിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർ മൊത്തം നിങ്ങൾ വെറുത്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ചിലവർക്കൊക്കെ എന്നോട് നീരസമായിരുന്നു എന്ന് പറയണം. ബഹുമാനപ്പെട്ടത് കോടതി കേട്ടല്ലോ, ഇവരെ സ്നേഹിക്കാനായിട്ട് ഇവരുടെ അമ്മായിയമ്മയ്ക്ക് പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരിടക്ക് ഇവരുടെ അമ്മായിയമ്മ വിഷം അടിച്ച് ഇവരുടെ അമ്മായിയമ്മയുടെ കരട് പോയായിരുന്നു. ആ സമയത്ത് ഇവരാണ് അമ്മായിയമ്മയ്ക്ക് കരട് കൊടുത്തത്. അങ്ങനെ കരട് കൊടുത്ത മരുമകളെ സ്നേഹിക്കാനായിട്ട് ഇവരുടെ അമ്മായിയമ്മ ഒരുങ്ങി. അല്ലായിരുന്നെങ്കിൽ
ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കുടുംബത്തിന് ചേരാത്ത ഈ മരുമകളെ അടിച്ച് അവിടെ നിന്ന് ഇറക്കാൻ ഒരുങ്ങിയതായിരുന്നു ഇവരുടെ അമ്മായിയമ്മ. അതിനുശേഷം ഇവര് പല വാഗ്ദാനങ്ങൾ കൊടുത്ത് ഇവരുടെ ഭർത്താവിനെ വരെ മയക്കി കയ്യിലെടുത്തു. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബം ആഗ്രഹിച്ചത് അനന്തപുരി എന്ന വലിയൊരു കുടുംബത്തേക്ക് നിങ്ങളെ മരുമകളായിട്ട് അഴക്കണമെന്ന് തന്നെയായിരുന്നു. നിങ്ങൾ മാത്രമല്ലല്ലോ, നിങ്ങളുടെ ചേച്ചിയും ആ അനന്തപുരിയിലെ മരുമകളല്ലേ, അതായിരുന്നു നിങ്ങളുടെ കുടുംബത്തിലെ ലക്ഷ്യം എന്ന് ഞാൻ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയന ഒന്നിങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.